അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കുറ്റം പറയുന്നത്. ഉയർത്തി പറയുന്നതോ അദ്ദേഹം പ്രതീക്ഷിച്ച കാര്യം കിട്ടി, അതിൽ നന്ദി രേഖപ്പെടുത്തുന്നതാണ് ഈ പ്രകൃതിക്കുന്നത് കാര്യം. അല്ലാതെ രണ്ടും, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവനാണ്. നെഗറ്റീവും പോസിറ്റീവായിട്ട് ചിന്തിക്കും. നന്മയും തിന്മയും അടങ്ങിയാണ് എല്ലാം രണ്ടെടുക്കുന്നത്. അതാണ് ഇതിൽ പറയുന്നത്, ഒന്നായ നിന്നയിക രണ്ടെന്ന് കണ്ടളവി ഉണ്ടായൊരുണ്ടൽവതൈ ഉണ്ടാവതെല്ലാം പണ്ടേ കണക്കേ നിൻ കൃപാവാലികൾ ഉണ്ടായെങ്കിൽ ഇത് നാരായണൻ. ഭഗവാനെ ആദ്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ഭഗവാൻ പല രൂപത്തിലും പല ഭാവത്തിലും പല രീതിയിലും പലർക്കും പല രീതിയായിട്ട് കാണുന്നതാണ് ഭഗവാൻ. ഭഗവാൻ ഏകമാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന ചിന്തയിൽ എങ്ങനെ കാണുന്നോ ആ രീതിയിൽ ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാകും.